ഗൈസ്, റമദാൻ സീരീസ് എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം ക്രഞ്ചി ബ്രെഡ് ബൈറ്റ്സ്. അപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? ഇന്നത്തെ ഐറ്റത്തിന് മിക്സീൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, അരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് 1/2 ടീസ്പൂൺ വിനേഗർ, കുറച്ച് മല്ലിയില, ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫില്ലിങ് അവിടെ റെഡി. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഓവറായി പോകാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കിട്ടണേ. ഇനി ഇതിലേക്ക് ഞാനൊരു വളരെ കുറച്ച് വെല്ലുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ സെറ്റ്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ചെയ്യേണ്ടത് ചെറിയ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഈ ബ്രെഡൊന്ന് ആക്കിയെടുക്കാം. നടു ആദ്യം കട്ട് ചെയ്തിട്ട് വീണ്ടും മറ്റേ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പീസ് ഈ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നമ്മുടെ ബാറ്ററിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് മെല്ലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്യണം. ഇനി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതാ ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡായി കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതാ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ടേസ്റ്റിയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റം ആയിട്ട് വീണ്ടും കാണാം. ബൈ.